സജ്ജനങ്ങളെ, നമുക്കിന്നൊരു വിദ്വാന്റെ കഥയാണ് പറയാനുള്ളത്. അതായത് വിഡ്ഢി കൂശ്മാണ്ഡം. അതായത് എന്നെ പോലത്തെ ഒരാള് അപ്പൊ നല്ല ഇഷ്ടമുണ്ടാവില്ല അങ്ങനത്തെ ആളെ കഥ പറയാം. നമുക്ക് നോക്കാം എന്താണ് ഈ വിഡ്ഢി കൂശ്മാണ്ഡത്തിന്റെ പരിപാടി എന്ന് അറിയണ്ടേ നമ്മള്. ഇപ്പൊ പണ്ട് കാരാട്ടു നമ്പൂതിരി എന്നുള്ളൊരു ഒരു നമ്പൂതിരി, അദ്ദേഹത്തിന് ശിഷ്യനായിട്ട് കോഴിക്കോട് ഏറ്റവും പ്രസിദ്ധനായിട്ടൊരു വിഷവൈദ്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹം വിഷം ഇറക്കാൻ ഒരു സ്ഥലത്തും പോവുക പതിവില്ല. വിഷഭയം ഉണ്ടാകുന്നവർ അദ്ദേഹത്തിന്റെ അടുക്കൽ കൊണ്ടുവരണം, എന്നിട്ട് വിഷം ഇറക്കിട്ട് കൊണ്ടുപോവുകയാണ് പതിവ്, അല്ലാതെ അങ്ങോട്ട് ഇദ്ദേഹം പോവില്ല. അദ്ദേഹം അതിനായിട്ട് യാതൊന്നും വാങ്ങുകയും പതിവില്ല. ഈ വിഷം സർപ്പദംശനോ എന്തെങ്കിലും ഏറ്റ ആളെ അവിടെ കൊണ്ടുപോകണം. അപ്പൊ അത് ഭേദാക്കിയിട്ട് പറഞ്ഞേക്കും, അത്ര മാത്രമേ ഉള്ളൂ. എങ്കിലും ജനങ്ങൾ മറ്റു വല്ല കാരണവും പറഞ്ഞ് അദ്ദേഹത്തിന് ധാരാളം പണം കൊടുത്തു വന്നിരുന്നു. അതിനാൽ അദ്ദേഹം കാലക്രമേണ വലിയ ധനവാനായി തീരുകയും ചെയ്തു. അദ്ദേഹത്തിന് അടുക്കൽ വിഷവൈദ്യം പഠിക്കാനായിട്ടും വളരെ ആളുകൾ ചെന്നുകൊണ്ടിരുന്നു. ചെല്ലുന്നവർക്കെല്ലാം അദ്ദേഹം ഓരോ ദിവ്യമന്ത്രങ്ങൾ ഉപദേശിച്ചയക്കുകയാണ് പതിവ്. ആ വിഷവൈദ്യൻ താമസിച്ചിരുന്ന സ്ഥലത്തിന്റെ കുറച്ചു തെക്ക് ഭാഗത്തായിട്ടൊരു വീടുണ്ടായിരുന്നു. അവിടെ കൊച്ചുരാമൻ എന്ന പേരുള്ളൊരു ബാലൻ ഉണ്ടായിരുന്നു. പേര് തന്നെ കൊച്ചുരാമൻ എന്നാണ്. ആ വീട്ടുകാർ കാലക്ഷേപത്തിന് യാതൊരു മാർഗവുമില്ലാതെ ഇങ്ങനെ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ നിത്യവൃത്തി കഴിച്ചു വരികയായിരുന്നു കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ ദാരിദ്ര്യ ദുഃഖം സഹിക്ക വയ്യാതായിട്ട് തനിക്കും വിഷവൈദ്യം പഠിക്കണമെന്ന് കൊച്ചുരാമൻ നിശ്ചയിച്ചു. അവൻ അക്ഷരജ്ഞാനമൊന്നും പോലും ഇല്ല. അക്ഷരം കൂടി പഠിക്കാൻ കഴിയാതെ വിഡ്ഢിയായിരുന്നു അദ്ദേഹം, ആ കുട്ടി. അവന്റെ കഷ്ടപ്പാടിനകത്ത് അവന് അങ്ങനെ ഒരു മോഹം തോന്നിയെന്ന് മാത്രമേ ഉള്ളൂ. ആ കൊച്ചുരാമൻ ഒരു ദിവസം ആ വൈദ്യന്റെ ശിഷ്യന്മാരെ കണ്ട് വിഷവൈദ്യം പഠിക്കുന്നത് എങ്ങനെയെല്ലാമാണെന്ന് ചോദിച്ചു. അതിനവർ വിഷവൈദ്യം പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഗുരുവിന്റെ അടുക്കൽ ചെന്ന് തങ്ങളെ കൂടെ വിഷവൈദ്യം പഠിപ്പിക്കണേ എന്ന് പറയുകയാണ് വേണ്ടത്. അങ്ങനെ അവര് പറഞ്ഞു. എന്നിട്ടോ അത് മാത്രല്ല, എന്തെങ്കിലും ഒരു ദക്ഷിണ കൊടുക്കണം. എന്നാൽ അദ്ദേഹം ഒരു മന്ത്രം ഉപദേശിച്ചു തരും. ആ മന്ത്രം ഭക്തിയോടുകൂടി അക്ഷരലക്ഷം ഉരുക്കഴിക്കണം. ഒരക്ഷരത്തിന് 1,00,000 അത്ര ഉരുക്കഴിക്കണം. എന്നാൽ ആ മന്ത്രം കൊണ്ട് വെള്ളം മോതി ഒഴിക്കുക, ആ മന്ത്രം ജപിച്ചിട്ട് വെള്ളം ഒഴിക്കുകയോ അല്ലെ ഭസ്മം ജപിച്ചിടുകയോ എന്തെങ്കിലും ചെയ്താൽ വിഷം ഇറങ്ങും. അങ്ങനെയാണ് പതിവ് എന്ന് അദ്ദേഹം ഇവര് മറുപടി പറഞ്ഞു. അപ്പൊ കൊച്ചുരാമന് വളരെ സന്തോഷായി. ഇതിനൊന്നും പ്രയാസമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചു ഇയാള്. എങ്കിലും തൽക്കാലം ഒരു ദക്ഷിണ ചെയ്യുന്നതിന് കൈവശമൊന്നുമില്ല. ഇല്ലാതിരുന്നത് കൊണ്ട് അവന് വളരെ വിഷാദം ഉണ്ടാവുകയും ചെയ്തു, സങ്കടം ഉണ്ടായി. അവരുടെ പൂരപ്പറമ്പ് ഒരു കുമ്പളം കയറി പടർന്ന്, പൂരപ്പറമ്പല്ല, അവരുടെ പുരപ്പുറത്ത് ആ വീടിന്റെ മേലെ ഒരു കുമ്പളം കയറി പടർന്ന് കിടപ്പുണ്ടായിരുന്നു. അതിന്റെ മേലെ 5-6 കുമ്പളങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. തൽക്കാലം ഗുരുവിന് ഇത് കൊണ്ടു ചെന്ന് കൊടുക്കാമെന്ന് നിശ്ചയിച്ചു അദ്ദേഹം, ഈ കുട്ടി. അവൻ അന്ന് തന്നെ അതെല്ലാം പറിച്ചു കെട്ടി വെച്ചു. എല്ലാം കൊടുക്കണമെന്ന് ഓർത്താ പോരെ. പിറ്റേ ദിവസം ശിഷ്യരും മറ്റും വന്നു കൂടുന്നതിന് മുമ്പ് ഉപദേശം വാങ്ങണമെന്ന് നിശ്ചയിച്ചു. കൊച്ചുരാമൻ വെളുപ്പാകാലത്ത് കുമ്പളങ്ങ ചുമടുമാ എടുത്തിട്ട് വൈദ്യന്റെ ഗൃഹത്തിലെത്തി. വൈദ്യൻ ഉണർന്ന് എണീറ്റ് പുറത്തു വന്നപ്പോൾ തന്നെ കണ്ടത് ഈ കൊച്ചുരാമൻ കുമ്പളങ്ങ ചുമട് വൈദ്യന്റെ മുമ്പിൽ വെച്ച് താണു തൊഴുതു. നീ എന്തിനാണ് കുട്ടി വന്നത് എന്ന് വെച്ച അദ്ദേഹം. അപ്പൊ പറഞ്ഞു, എന്നെ കൂടി വിഷവൈദ്യം പഠിപ്പിക്കണേന്ന് പറയാൻ വേണ്ടി അതുകൊണ്ട് വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പൊ വൈദ്യൻ, അതിന് വിഡ്ഢി കൂശ്മാണ്ഡം എന്തിനാണ്? അതിന് വിഡ്ഢി വിളിച്ചു. കൂശ്മാണ്ഡം എന്തിനാണ് വെച്ചു. കൂശ്മാണ്ഡം കുമ്പളങ്ങ എന്ന് ചോദിച്ചു. വിഷവൈദ്യം പഠിക്കാനുള്ള ധൃതിയും പരിഭ്രമം കൊണ്ട് കൊച്ചുരാമൻ വൈദ്യൻ പറഞ്ഞത് മുഴുവൻ കേട്ടില്ല. വിഡ്ഢി കൂശ്മാണ്ഡം എന്ന് മാത്രമേ അവൻ കേട്ടുള്ളൂ. അവനത് വിചാരിച്ചു മന്ത്രമാണെന്നും അതുകൊണ്ട് ഉപദേശം കഴിഞ്ഞു എന്നും തീർച്ചപ്പെടുത്തി. അവന് ഉത്തരമൊന്നും ഉണ്ടാതെ വൈദ്യൻ ഒന്നുകൂടി തൊഴുതിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. നേരം വെളുത്തപ്പോഴേ വിഡ്ഢി എന്ന് വിളിച്ചുകൊണ്ട് അവൻ മുഷിഞ്ഞു പോയതായിരിക്കുമെന്നാണ് വൈദ്യൻ വിചാരിച്ചത്. കൊച്ചുരാമന് മുറിക്കലുണ്ടായില്ല, ഇവരുള്ളിലൊരിക്കലും മുറിക്കലുണ്ടായില്ല എന്നതിനുള്ളത് മന്ത്രം ക്ഷണത്തിൽ കിട്ടിയല്ലോ എന്നുള്ള സന്തോഷമായിരുന്നു. അവൻ ഉടനെ അവന്റെ വീട്ടിലെത്തി. കുളിച്ചു വന്നൊരു വിളക്ക് കൊളുത്തു വെച്ച് അതിന്റെ മുമ്പിലിരുന്ന് മന്ത്രം ജപിച്ചു തുടങ്ങി. അക്ഷരലക്ഷം ഈ മന്ത്രം
5 അക്ഷരമുള്ളതാകിയാൽ 5 ലക്ഷം. ഒരു കഴിച്ചു തീർത്തു. താൻ നല്ല വിഷവൈദ്യനാ തീർന്നു എന്നല്ലേ പാവം വിചാരിച്ചത്. സാധാരണ വിഷവൈദ്യൻ വിഷമിറക്കാൻ എങ്ങും പോവുക പതിവില്ലല്ലോ. ചെന്ന് കടിക്കയില്ലെന്നും ചെന്ന് വിഷമിറക്കുകയില്ലെന്നും സർപ്പങ്ങളും വിഷവൈദ്യന്മാരും തമ്മിൽ സത്യം ചെയ്തിട്ടുണ്ടെന്നാണല്ലോ പറയുന്നത്. പാമ്പ് പോയിട്ട് കടിക്കൂല, പാമ്പിന്റെ അടുത്ത് പോലെ പാമ്പ് കടിക്കൂലു. അതുപോലെ വീട്ടിൽ പോയിട്ട് വിഷം ഇറക്കൂല, ഇങ്ങോട്ട് വന്നിട്ട് ഇറക്കൂലെന്ന് വൈദ്യരും അങ്ങനെ അവര് പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ കൊച്ചുരാമൻ അത് കേട്ടിട്ടില്ല. അതുകൊണ്ട് എവിടെയെങ്കിലും വിഷഭയം ഉണ്ടായെന്ന് കേട്ടാൽ അപ്പോൾ കൊച്ചുരാമൻ എവിടെ എത്തുകയും മേൽപ്പറഞ്ഞ മന്ത്രം കൊണ്ട് വെള്ളം ജപിച്ചൊഴിച്ച് ഇറക്കുകയും പതിവായി. ആദ്യം കുറച്ച് ദിവസത്തേക്ക് അവന്റെ വിഷവൈദ്യത്തിൽ ആർക്കും അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല കേട്ടോ. ക്രമേണ എല്ലാവർക്കും അനുഭവപ്പെട്ടു തുടങ്ങുകയും വിശ്വാസം ജനിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ കൊച്ചുരാമന് വൈദ്യൻ എന്നുള്ള പേര് സർവത്ര പ്രസിദ്ധമായി തീർന്നു. വിഷഭയം ഉണ്ടാകുന്ന ദിക്കിലെല്ലാം അവനെ ആളുകൾ വന്ന് വിളിച്ചു കൊണ്ടുപോയി തുടങ്ങി. അവൻ ആ വിഷയത്തിൽ ധാരാളം പണം കിട്ടിത്തുടങ്ങുകയും ചെയ്തു. വിഷമിറക്കിയാൽ അതിനൊന്നും വാങ്ങരുത് എന്നുള്ള പ്രമാണം നമ്മുടെ കൊച്ചുരാമ വൈദ്യൻ അത്ര വക വെച്ചിരുന്നില്ല. അങ്ങനെയാണ് ഒരു സമ്പ്രദായത്. വിഷം പിന്നെ ചികിത്സിച്ചാൽ വാങ്ങാൻ പാടില്ല ഒന്നും. പിന്നെ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. അവന് ദാരിദ്ര്യം തീരണം. ഈ വിധത്തിൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവന്റെ ദാരിദ്ര്യം തീരെ തീർന്നു എന്നല്ല, ദാരിദ്ര്യം തീർന്നു അത് മാത്രമോ, അവൻ വലിയ സമ്പന്നൻ പൈസക്കാരനാവുകയും ചെയ്തു. അവനൊരു വലിയ വീട് പണിയിക്കുകയും വളരെ നിലവും പുരയിടങ്ങളും വീട്ടിൽ വേണ്ടുന്ന ഭരണി, പാത്രങ്ങൾ, ആഭരണങ്ങൾ മുതലായവ എല്ലാം സമ്പാദിക്കുകയും ചെയ്തു. പോരെ, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കോഴിക്കോടൊന്ന് നാടുവാണിരുന്ന സാമൂതിരിപ്പാട് തമ്പുരാന് വിഷഭയമുണ്ടായി. അനേകം വിഷവൈദ്യന്മാർ പഠിച്ച പണി ഒക്കെ നോക്കിയിട്ടും വിഷം ഇറങ്ങിയില്ല. 3-ാം ദിവസം തമ്പുരാനെ നിലത്തിറക്കി ശവസംസ്കാരത്തിന് വേണ്ടുന്ന വട്ടങ്ങൾ കൂട്ടി തുടങ്ങി. അപ്പോഴാണ് അവിടെ ചിലർക്ക് കൊച്ചുരാമ വൈദ്യനെ ഓർമ്മ വന്നത്. അയാളെ കൊണ്ടൊന്ന് വരുത്തിക്കണമെന്ന് ചിലർ അഭിപ്രായപ്പെട്ടു. ഇനി ആരെയും കാണിച്ചിട്ട് പ്രയോജനമൊന്നുമില്ല, ഇവിടെ കഥ കഴിഞ്ഞു എന്ന് മറ്റു ചിലരും പറഞ്ഞു. ഏതെങ്കിലും ഒടുക്കം അയാളെ കൊണ്ടൊന്ന് വരുത്തണമെന്ന് ഒറ്റപ്പെടുത്തി. ഒരു ഡോളി അതങ്ങനെ പല്ലക്ക് കൊടുത്തു. ചില ഹരിക്കാരന്മാരോടുകൂടി ആളുകളെ അയച്ചു. ഹരിക്കാരൻ തന്നെ കാര്യസ്ഥന്മാർ. അവർ ചെന്ന് കൊച്ചുരാമ വൈദ്യനെ കണ്ടിട്ട് വിവരം പറഞ്ഞു. വൈദ്യൻ ക്ഷണത്തിൽ തന്നെ വരികയും ചെയ്തു. വൈദ്യൻ വന്ന് തമ്പുരാനെ കണ്ട ഉടനെ കോവിലകത്ത് മടപ്പള്ളിക്കാരനെ കുട്ടിപ്പട്ടറെ വിളിച്ച് ക്ഷണത്തിൽ കുറച്ച് കഞ്ഞി ഉണ്ടാക്കാൻ പറഞ്ഞു. അത് കേട്ട് അവിടെ കൂടിയിരുന്ന മറ്റ് വിഷവൈദ്യന്മാരെല്ലാം അതെന്തിനാണ് എന്ന് ചോദിച്ചു. തിരുമനസ്സുകൊണ്ട് അമൃതയത്ത് കഴിച്ചിട്ട് 2-3 ദിവസം ആയല്ലോ. വിഷം ഇറങ്ങുമ്പോൾ അവിടേക്ക് വളരെ ക്ഷീണവും വിശപ്പും ഉണ്ടായിരിക്കും. അപ്പോൾ അവിടേക്ക് കൊടുക്കാനാണ് കഞ്ഞി എന്ന് കൊച്ചുരാമ വൈദ്യര് പറയും ചെയ്തു. അത് കേട്ട് എല്ലാവരും പുച്ഛരസത്തോടുകൂടി പുഞ്ചിരിയിട്ടു. തമ്പുരാന്റെ കഥ കഴിഞ്ഞെന്നായിരുന്നു അവരുടെ വിശ്വാസം. അല്ലെങ്കിൽ നിലത്തിറക്കുകയില്ലല്ലോ. കൊച്ചുരാമ വൈദ്യൻ കുറച്ച് വെള്ളമെടുത്ത് വെഡ്ഢിക്കുഷ്മാണ്ഡം എന്ന് 108 ജപിച്ച് തമ്പുരാന്റെ മുഖത്ത് തളിച്ചു. ഉടനെ തമ്പുരാനത കണ്ണോർക്കുന്നു. വൈദ്യൻ പിന്നെയും ഒരു പ്രാവശ്യം കൂടി അപ്രകാരം വെള്ളം ജപിച്ച് തളിച്ചു. തമ്പുരാൻ കയ്യും കാലും ഇളക്കി തുടങ്ങി. 3-ാമതും വൈദ്യൻ വെള്ളം ജപിച്ച് തളിച്ചു. ഉടനെ തമ്പുരാൻ എണീറ്റിരുന്നു. കഞ്ഞി കുടിക്കണമെന്ന് കൽപ്പിച്ചു. തക്ഷണം കഞ്ഞി കൊണ്ടുവരികയും തമ്പുരാൻ വേറെ കഞ്ഞി അമൃതയത്ത് കഴിക്കുകയും ചെയ്തു. തമ്പുരാൻ കഞ്ഞി കുടിച്ചാൽ അമൃതയത്താണ് കേട്ടോ. പിന്നെ സ്വല്പം കഴിഞ്ഞ് ക്ഷീണമെല്ലാം മാറിയപ്പോൾ വിഷമിറക്കിയത് ആരാണെന്ന് കൽപ്പിച്ച് ചോദിച്ചു. ഈ ഇരിക്കുന്ന കൊച്ചുരാമ വൈദ്യനാണ് എന്ന് സേവന്മാരിൽ ഒരാൾ പറഞ്ഞു. തമ്പുരാൻ സന്തോഷിച്ചു. കൊച്ചുരാമ വൈദ്യനെ 2 കൈക്കും വീരശൃംഖലയും കൊടുത്തു. 10,000 പവനും 10 കുത്ത് പട്ടും സമ്മാനമായി കൽപ്പിച്ചു കൊടുക്കുകയും വൈദ്യനെ പല്ലക്കിൽ കയറ്റിയെടുത്ത് വാദ്യഘോഷങ്ങളോടുകൂടി അയാളുടെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കുന്നത് കൽപ്പിക്കുകയും ചെയ്തു. പോരെ പൂരന്ന് എല്ലാം കണ്ടും കേട്ടും കൊണ്ടുവന്ന മറ്റുള്ള വൈദ്യന്മാർ ഉണ്ടായ ലജ്ജയും അത്ഭുതവും എങ്ങനെ പറഞ്ഞറിയിക്കാനാവില്ല. ആ വൈദ്യന്മാരുടെ കൂട്ടത്തിൽ നമ്മുടെ കൊച്ചുരാമ വൈദ്യരുടെ ഗുരുവും ഉണ്ടായിരുന്നു. പക്ഷെ അയാൾ ഇത് തന്റെ ഉപദേശം കൊണ്ട് സാധിച്ചതാണെന്ന് വിചാരിച്ചില്ല. ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ. വെഡ്ഢിയെ പറഞ്ഞിട്ടല്ലോ എന്ന് വിളിച്ചത് ആളോടെയോ പോയിട്ട് ഈ ദിവ്യത്വം വശമാക്കി വന്നതാണെന്നാണ് അയാൾ വിചാരിച്ചത്.
കൊച്ചുരാമവൈദ്യൻ ആൾക്കൂട്ട നിമിത്തം തന്റെ ഗുരുവിനെ അപ്പോൾ കണ്ടതുമില്ല കേട്ടോ. കൊച്ചുരാമവൈദ്യനെ കൽപ്പനപ്രകാരം പല്ലക്കിൽ കയറ്റിയെടുത്ത പട്ടാളക്കാർ മുതലായവരുടെ അകമ്പടിയോടും വാദ്യഘോഷങ്ങളോടും ആ ഓ ഓ ഓ നല്ലക്കിട്ട് കൊണ്ടുപോയി വീട്ടിലേക്ക് പുറപ്പെട്ടു. പിന്നാലെ അസംഖ്യം ജനങ്ങളും കോവിലകത്ത് കൂടിയിരുന്ന വിഷവൈദ്യന്മാരെ നടന്നു. അങ്ങനെ പോകുമ്പോൾ വലിയ തമ്പുരാന്റെ നീളത്ത് പോലെയാണ് ഇപ്പൊ പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് ഈ കൊച്ചുരാമന് തോന്നി എന്തൊന്ന് തിരിഞ്ഞു നോക്കുമ്പോ കണ്ടു ആൾക്കൂട്ടത്തിൽ തന്റെ ഗുരുവിനെ. ഈശ്വരാ, ഉടനെ പല്ലക്ക് ഇറക്കി വെക്കാൻ എതിർ പറയുകയും ചുമട്ടുകാർ ഇറക്കി വെക്കുകയും ചെയ്തു. ഉടനെ കൊച്ചുരാമവൈദ്യൻ പല്ലക്കിൽ നിറങ്ങി തനിക്ക് കിട്ടിയ സമ്മാനങ്ങളെല്ലാം എടുത്ത് ഗുരുവിന്റെ പാദത്തിങ്കിൽ കൊണ്ടുചെന്ന് വെച്ചു, നമസ്കരിച്ചു. ഇത് കണ്ട് വൈദ്യൻ ചോദിച്ചു, ഇത് നിതലം അത്ഭുതപ്പെട്ടുപോയി. ഇതിന്റെ കാരണം ചോദിച്ചപ്പോ പറഞ്ഞു, ഇതെല്ലാം അവിടുത്തെ ഉപദേശവും അനുഗ്രഹവും കൊണ്ട് കിട്ടിയതല്ലേ എനിക്ക്. ഇതിനു മുമ്പ് എനിക്ക് വളരെ പണവും സമ്മാനങ്ങളും അവിടുത്തെ കാരുണ്യം കൊണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതുവരെ അവിടെ ഒന്നും കൊണ്ടുവന്ന് തരാൻ സാധിച്ചില്ല ഗുരുനാഥ. അതിനെക്കുറിച്ച് കൃപ ചെയ്തുണ്ടാകരുത്. എന്റെ പേരുള്ള വീഴ്ചകളെല്ലാം ക്ഷമിച്ചിതിനെ അവിടുന്ന് സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഗുരു പറയുന്നു, ഞാൻ നിങ്ങൾക്കൊന്നും ഉപദേശിച്ചു തന്നിട്ടില്ലല്ലോ. മരിച്ചവരെ ജീവിപ്പിക്കുന്നത് ഈ വിദ്യ നിങ്ങൾ എനിക്ക് ഉപദേശിച്ചു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ കൊച്ചുരാമവൈദ്യന്, എനിക്ക് അവിടുന്ന് ഉപദേശിച്ചു തന്നിട്ടുള്ള മന്ത്രമല്ലാതെ വേറെ യാതൊരു വിദ്യയും ഇല്ല ഗുരുനാഥ. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം സാധിക്കുന്നത്. എന്ത് മന്ത്രം? ഗുരുവിന്റെ ചെവിയിൽ സ്വകാര്യമായിട്ട് പറഞ്ഞിട്ടു, വെട്ടിക്കുഷ്മാണ്ഡം എന്ന മന്ത്രം തന്നെ. ഇത് കേട്ടപ്പോൾ ഗുരുവിന് വളരെ അത്ഭുതമുണ്ടാവുകയും ഗുരുത്വവും ഭക്തിയും വിശ്വാസവും തന്നെയാണ് പ്രധാനമായി വേണ്ടതെന്നും ആ വിശ്വാസം ഉണ്ടെങ്കിൽ എല്ലായില്ലേ അവയുണ്ടായാൽ സകലതും സിദ്ധമാകുമെന്നും ബോധം വരികയും ചെയ്തു. അങ്ങനെയാണ് വെട്ടിക്കുഷ്മാണ്ഡത്തിന്റെ കഥ. നാളെ നമുക്ക് വേറൊരു കഥയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.